അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു ഉരുളിയിലേക്ക് നമുക്ക് 8 ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 4 കറുവപ്പട്ടയുടെ പീസ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ സാജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 5 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേപ്പില കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്കൊരു 4 സവാളയും ഒരു 5 പച്ചമുളകും കൂടെ അരച്ചെടുക്കുക. അരച്ചപ്പോൾ വല്ലാണ്ട് പേസ്റ്റ് ആക്കേണ്ട, ഒരു മീഡിയം രീതിയിൽ നമുക്ക് ഒന്ന് തരിയരിപ്പോട് കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്തിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് വെള്ളമയൊക്കെ പോയി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് പച്ചപ്പൊക്കെ വിടുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീഡിയം പീസൊക്കെ ഒരു 1.5 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. 1 കിലോന് ഒരു 1.5 കിലോ 2 കിലോനൊക്കെ നമുക്ക് എടുക്കുമ്പോൾ അതിനനുസരിച്ച് അളവുകളൊക്കെ മാറ്റിയാൽ മതി. അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതുപോലെ ഒന്നാക്കി സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റ് ചെറിയ രീതിയിൽ വേവിച്ച് വയ്ക്കാം. അപ്പോൾ ശേഷം അത് തുറന്ന് നമുക്ക് ഓയിലൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ടാവും സൈഡിൽ. അപ്പോൾ ഒരു ഏകദേശം ഒരു ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ടാവും. നമ്മൾ അധികം വലിയ പീസൊന്നും ഇല്ലാത്തതുകൊണ്ട് മീഡിയം സൈസ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കുറച്ച് നേരം കൂടെ വെച്ച് ഇതുപോലെ ഒന്ന് വരട്ടി എടുത്താൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കേണ്ട ചിക്കൻ റോസ്റ്റ് സെറ്റായി കിട്ടും. നമുക്ക് അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി എനിക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്താൽ പിന്നെ കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി എടുക്കാൻ പറ്റും. അപ്പോൾ അധികം ഐറ്റംസുകളൊന്നും ഇല്ലാണ്ട് തന്നെ പെട്ടെന്ന് തരാൻ വേണ്ടിയ ചിക്കൻ റോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ ഐറ്റംസ് ആയിട്ട് വീണ്ടും കാണാം.